രമേശ് ചെന്നിത്തല ഡൽഹിയിൽ ഇങ്ങനെ മാധ്യമങ്ങളൊക്കെ വാക്ക് കൊടുക്കാതെ ഒരു വാക്ക് പോലും മിണ്ടാതെ നേരെ വന്ന് കാറിനകത്തേക്ക് കയറുന്നു. റിപ്പോർട്ടർ എന്ന് പറയുന്ന ചാനലിന്റെ മൈക്ക് ഇങ്ങനെ അദ്ദേഹത്തിനകത്തേക്ക് കാറിലേക്ക് നീളുന്നു. അറിയാതെ പുറത്തേക്ക് വരികയാണ് ആ ശബ്ദ സന്ദേശം. എന്താണ്? നമ്മുടെ കൂടെ MLA-മാരെ കൂടി നമ്മൾ ചേർത്ത് നിർത്തേണ്ടതുണ്ടല്ലോ എന്ന്. എന്ത് കാഹളത്തിന്റെ മുന്നൊരുക്കമാണിത് എന്ന് ചിന്തിക്കാവുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ടല്ലോ. VD സതീഷിനെതിരെ ഒരുപക്ഷെ KC വേണുഗോപാലിനെതിരെയൊക്കെ ആയിരിക്കാം സതീഷിനെ രമേശ് ചെന്നിത്തല കോപ്പ് കൂട്ടുന്നത് എന്ന് ആർക്കറിയാം. നോക്കൂ, കോൺഗ്രസിൽ എത്രമാത്രം ഒത്തിണക്കത്തോടെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് പറഞ്ഞാലും, എത്രമാത്രം ഏകീകരിക്കപ്പെടുന്നുണ്ട് എന്ന് അഭിനയിച്ച് തകർത്താലും, കോൺഗ്രസ് എന്നും കോൺഗ്രസ് ആയി നിലകൊള്ളുന്നതിന്റെ ഉദാഹരണമായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് 2-ാം ദിവസം ഡൽഹിയിൽ നിർണായക യോഗം കഴിഞ്ഞ് കാറിലേക്ക് കയറവേ അബദ്ധവശാൽ പുറത്തു വന്ന ശബ്ദശകലം രമേശ് ചെന്നിത്തല എന്ന അതികായനായ നേതാവിൻ്റെതാണ്. MLA-മാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന MLA-മാരെ നമ്മൾ കൂട്ടേണ്ടതുണ്ടല്ലോ എന്ന്. എത്രമാത്രം അപകടകരമായ ഒരു വസ്തുതയാണ് പുറത്തു വന്നിരിക്കുന്നത്. രമേശ് ചെന്നിത്തല ഇവിടെ ഇലക്ഷൻ പ്രഖ്യാപിച്ച് UDF-ഉം കാലും അധികാരത്തിൽ വരുന്ന വിദൂര സ്വപ്നം സാധ്യമാക്കി കഴിഞ്ഞാൽ അടിനിപ്പട് നടക്കുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം. ഏതൊക്കെ വകുപ്പുകൾ വേണം, മുഖ്യമന്ത്രി ആരാകണം, എങ്ങനെ ഭരണം കൊണ്ടുപോകണം, ഏതൊക്കെ രീതിയിൽ അഴിമതി കൊണ്ടുപോകും, ആരൊക്കെ കൈയിട്ട് വാരും എന്നുള്ള രീതിയിൽ കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളെ തൃണവൽക്കരിച്ച് ഇവിടെ അടിയുണ്ടാകുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാവുകയാണ് കോൺഗ്രസിന്റെ രമേശ് ചെന്നിത്തലയുടെ രഹസ്യ സ്വഭാവത്തിൽ പുറത്തു വന്ന ശബ്ദ സന്ദേശം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ ഈ രാജ്യം മുഴുവൻ, ഈ ലോകം മുഴുവനും ഉറ്റുനോക്കി ദുരന്തബാധിതരായ ചൂരൽമലയിലെ പ്രദേശവാസികൾക്ക് എന്താണ് കോൺഗ്രസ് ഈ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന വർഷം മാസം പ്രഖ്യാപിച്ചിട്ട് കൊടുക്കുമോ എന്ന് നോക്കിയെടുത്ത് പോലും അവർക്ക് ഒരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും പ്രഖ്യാപിച്ചത് കൊടുക്കാനാവാതെ ഇരുട്ടിൽ തപ്പുന്ന കോൺഗ്രസ് ആണ് ഇപ്പോൾ ഗ്രൂപ്പിസത്തിൽ മുങ്ങി സ്ഥാനാർത്ഥി പട്ടിക പോലും പ്രഖ്യാപിക്കാനാവാതെ കഴിയുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഓരോരുത്തരും താൻ പോയ്മയ്ക്ക് വേണ്ടി എനിക്കെങ്ങനെ കീശ വീർപ്പിക്കാമെന്ന് കരുതി എനിക്കേത് അധികാരത്തിലേക്ക് എത്താൻ പറ്റും, അതിന് എത്ര പേരെ, എന്നെ അനുകൂലിക്കുന്നവരെ എന്റെ കൂടെ ചേർത്ത് നിർത്താൻ പറ്റും എന്നുള്ളതിന്റെ ആൾക്കൂട്ട ബഹളം ഉണ്ടാക്കുന്നതിന്റെ തിരക്കിലാണ് ഓരോ അധികായകന്മാരായ നേതാക്കന്മാരും. പാർട്ടിയെ മുഴുവനും പ്രതിരോധത്തിലാക്കി സുധാകരൻ ഇപ്പോൾ കണ്ണൂരിൽ ഉണ്ടാക്കിയ വിപ്ലവം ഉണ്ടല്ലോ, അതെല്ലാം കോൺഗ്രസിനെ വല്ലാതെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്.